സ്റ്റോക്ക് 350 ആണെങ്കിൽ നല്ല കൂടികളായിരുന്നു. ഇത് അടിപൊളിയായിരിക്കും, ബെസ്റ്റ് വണ്ടിയാണ് തോന്നിയത് അൺപെയ്ഡിൽ. ഹേ സ്വാഗതം പുതിയയിലേക്ക്. നമ്മളിന്ന് പിന്നെയും കാർ സിമുലേറ്റർ 2 ആണ് കളിക്കാൻ പോകുന്നത്. കാർ സിമുലേറ്റർ 2 നമ്മളെ പുതിയ ഫെറാറി എൻസോനെ ഫുൾ മോഡിഫൈ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അടി വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ ഗെയിമിൽ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് വേണമെങ്കിൽ സ്പീഡ് ടെസ്റ്റ് ചെയ്യാം, സാധാരണ ചെയ്യുന്ന പോലെ. ഓക്കെ, നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. സ്റ്റോക്കായിട്ട് എടുക്കുമെന്ന് നല്ല സ്പീഡ് പോവും, ബാക്കി കുറേ വണ്ടികളെ കടത്തു നടക്കുമെന്ന്. അടിപൊളി വണ്ടി, നല്ല സ്പീഡുണ്ട്, നല്ല ആക്സിലറേഷൻ, നല്ല അടിപൊളിയാണ്. ഓക്കെ, 3, 2, 1 ഈസി ആയിട്ട് എത്തി. 200 ആയി, 300. ഇതൊന്നും സ്റ്റോക്കിൽ ഭയങ്കര കൂടുതലാണ്. ഓക്കെ, 350 വന്നാണ് സ്റ്റോക്കിൽ എൻ്റെ ടോപ്പ് സ്പീഡ്. സ്റ്റോക്ക് 350 ആണെങ്കിൽ നല്ല കൂടികളായിരുന്നു നമുക്ക്. ഇനി മോഡിഫൈ എന്തായാലും 400-450 വരുമായിരിക്കും, അറിയില്ല, മോസ്റ്റ് വരുമായിരിക്കും തോന്നുന്നു. എന്തായാലും 400 എത്തും ഉറപ്പാ. സോ ഇനി മോഡിഫൈ ചെയ്യാൻ പോവാം. ഓക്കെ, നമ്മൾ മോഡിഫൈൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ പോയിട്ട് നമുക്ക് വണ്ടീനെ മോഡിഫൈ നിങ്ങളെ കാണാം. ഓക്കെ, ഞാൻ ഈ വണ്ടീനെ ഫുൾ എൻജിനിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എല്ലാം T5 പോലെ തന്നെ, സാധാരണ പറയുന്ന പോലെ, കാരണം മറ്റേ പൈസ കൊടുത്തരാം. പിന്നെ എല്ലാം T5 ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാക്സ് സ്പീഡ് 9.2 പിന്നെ ആക്സലറേഷൻ 9.5. എനിക്ക് തോന്നുന്നു ഓഡി ആർ8 10 എത്തിന്. അപ്പോൾ ആക്സലറേഷൻ ഓഡി ആർ8 തന്നെ ബെസ്റ്റ്. സോ മാക്സ് സ്പീഡ് തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നില്ല വേറെ ഒരു വണ്ടിക്ക് 9.2 എത്തിയെന്ന്. സോ നമുക്കിനി അലോയ്സ് എല്ലാം ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ അലോയ്സ് മാറ്റുന്നില്ല, കാരണം ഇത് ഫെറാറിൻ്റെ അലോയ് തന്നെയല്ലേ, അതുകൊണ്ട് ഞാൻ മാറ്റാൻ നിൽക്കത്തില്ല. സ്പോയിലർ വെക്കാം. ഓക്കെ, ഈ ഒരു സ്പോയിലർ ഞാൻ ഈ വണ്ടിക്ക് വേണ്ടി വെച്ചിട്ടില്ല. നല്ല രസമുണ്ട്, നല്ല കൂടാണ്ട്. ഈ വണ്ടി ഭയങ്കര സൈഡിലേക്ക് നല്ല വലിപ്പമുണ്ട്, വിടുത്ത് കൂടുതലാണ്. സോ നല്ല വലിയ സ്പോയിലറിനെ വെച്ചിട്ടുണ്ട്. സസ്പെൻഷനെ കൊണ്ട് ഞാൻ കളിക്കുന്നില്ല, നല്ല താണ വണ്ടി തന്നെയാണ്, ഇന്നും താത്താൻ നിൽക്കില്ല. ടയർ പുറത്തേക്ക് ആക്കുന്നില്ല. ഓക്കെ, വണ്ടി സെറ്റാന്ന്, ഇനി പുറത്തേക്ക് ഇറക്കാം. സ്പോയിലർ വെച്ചപ്പോൾ തന്നെ വണ്ടി ലുക്കേ മാറിപ്പോയി മൊത്തം. തീട് നോക്കിയോ, മുന്നേ കുറച്ച് ഫ്ലാറ്റ് ആയിരുന്നു ബാക്ക്, ഇപ്പോൾ സ്പോയിലർ വെച്ചപ്പോൾ തന്നെ നല്ല മാറ്റം വന്നു. ഇനി പോയിട്ട് വണ്ടിയിൽ പെയിന്റ് എല്ലാം ചേഞ്ച് ചെയ്യാൻ എൻജിങ്ങളെ കാണും. ഓക്കെ, ഞാൻ വണ്ടി ഫുള്ള് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു സാമറൈൻ്റെ പിക്ചർ. ഞാൻ ഒരു സിയാന കൊടുക്കാൻ വിചാരിച്ചു, സിയാനോ റെഡ്. പക്ഷേങ്കിൽ ഈ വണ്ടി ഞാൻ ഫുള്ള് റെഡാക്കാൻ ആദ്യം വിചാരിച്ചു, കളറേ റെഡാക്കി, എൻ്റെ കയ്യിൽ വേറെ എന്തെങ്കിലും കളർ കൊടുക്കാൻ വിചാരിച്ചു. പക്ഷേങ്കിൽ റെഡ് ഭയങ്കര ഡാർക്ക് ആകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ സിയാനോ കൊടുത്ത്. സിയാനോ പുറത്തിറക്കി നോക്കുമ്പോൾ ആക്വാ ബ്ലൂ ടൈപ്പ് ആയിപ്പോയി. ഓക്കെ, ഈ വണ്ടിക്ക് എന്ത് കളർ കൊടുത്താലും കുറച്ച് ഡാർക്ക് ആകുന്നുണ്ട്. എനിക്ക് കുഴപ്പമില്ല, ആക്വാ ബ്ലൂവും കുറച്ച് നല്ലതുണ്ട്, കുഴപ്പമില്ല. പിന്നെ റെഡും ആക്വാ ബ്ലൂ ടൈപ്പ് എന്തൊരു കളറാണ് കൊടുത്തിട്ടുള്ളത്. സോ പിന്നെ ഇവിടെ കുറെ സ്റ്റിക്കേഴ്സ്, മുകളിൽ ഒരു സ്റ്റിക്കറിനെ കാണുന്നില്ല, കുഴപ്പമില്ല, ഫോട്ടോ മുകളിൽ പോയി കാണിച്ചു. ഓക്കെ, ഇപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് കാണുന്നുണ്ടാവും വണ്ടി. മുകളിൽ ഒരു സുഖോട്ടെ. ഓക്കെ, മുകളിൽ കുറേ ഒരു ലൈൻ പോലത്തെ ഒരു സ്റ്റിക്കർ, പിന്നെ സൈഡിലും കുറേ സ്റ്റിക്കേഴ്സ്. റെഡ് അലോയ്സ്, പുകേൻ്റെ കളർ റെഡ് കാണിച്ചു തരാം. പിന്നെ ബാക്കിലും കുറേ സ്റ്റിക്കർ, ബാക്കിൽ പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് വേറെ തന്നെ. നല്ല രസമുണ്ട് കാണാൻ. ഓവറോൾ കുഴപ്പമില്ല വണ്ടി. ഇനി പോയിട്ട് വണ്ടീൻ്റെ ലൈറ്റ് മാറ്റം, ലൈറ്റ് കളർ ചേഞ്ച് ചെയ്യണം. പുക കാണിക്കണ്ടായിരുന്നു, റെഡ് പുകയാണ്, നല്ല പവറായി. ഇത് അടിപൊളിയായിരിക്കും, ബെസ്റ്റ് വണ്ടിയാണ് തോന്നിയത് അൺപെയ്ഡിൽ. ഓക്കെ, റെഡ് ലൈറ്റ് തന്നെ കൊടുത്ത് വണ്ടിക്ക്. നമുക്ക് നേരെ പോയിട്ട് പോലീസ്. അത് ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് 100 കടന്നു. 100 കടന്നാലും പോലീസ് ഓടിക്കാം. സോ നമുക്ക് നേരെ എയർപോർട്ടിൽ പോവാം. എന്തായാലും ഇവർക്ക് തന്നെ പിടിക്കാൻ പറ്റില്ല, അത്രയും സ്പീഡ് വണ്ടിക്ക്. എയർപോർട്ടിൽ പോയിട്ട് വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ എയർപോർട്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. ഞാൻ നോസ് ആയിരിക്കട്ടെ, നിങ്ങൾ കാണും. ഓക്കെ, നമ്മൾ ഇത് റീഫിൽ ആയിട്ടുണ്ട്. ഇനി
3, 2, 1 സ്റ്റാർട്ട്. എന്തൊരു സ്പീഡാ. ഓക്കെ 420 ചെയ്യാൻ വേണ്ടി ടോപ്പ് സ്പീഡ്. എത്ര സ്പീഡ് ഇത്. എനക്ക് ഒരു വണ്ടിയില്ല 420 എത്തുന്നു. എൻ്റെ കയ്യിൽ അൺപെയ്ഡിൽ വെച്ചിട്ട് ഇതാ ഭയങ്കര ഫാസ്റ്റസ്റ്റ് കാർ. സോ നമുക്ക് കിട്ടി ദ ഫാസ്റ്റസ്റ്റ് കാർ. സോ നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. ഓക്കെ അടിപൊളിയായിട്ട് ഞാൻ മറ്റേ ഫോട്ടോ മോഡലിട്ട് എടുക്കുന്നത് കാണാൻ രസമുണ്ടല്ലോ. ഇത് അടിപൊളി സാധനമാണ്. കുറച്ച് ടിൽറ്റ് ഓർക്കണ്ടേ. ഓക്കെ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ.